എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി 51 സങ്കീർത്തനം 3-4 വാക്യങ്ങൾ. സങ്കീർത്തനം 51 3-4 വാക്യങ്ങൾ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ ദിനങ്ങളിൽ ആത്മപരിശോധനയുടെ ഒരു തലം ആവശ്യമാണ്. അല്ലെങ്കിൽ നോമ്പിന് അങ്ങനെ ഒരു പ്രത്യേക തലമുണ്ട്. ആത്മപരിശോധന എന്നാൽ കൂടുതൽ ശ്രദ്ധയാണ്. 51 സങ്കീർത്തനം ദാവീദിൻ്റെ ആത്മപരിശോധനയാണ്. ദൈവവുമായുള്ള ബന്ധത്തിൽ ഞാൻ എവിടെയാണ്? ഈ ഒരു ചിന്ത അതിൽ ആഴമായി അടങ്ങിയിട്ടുണ്ട്. അനുതാപത്തിൻ്റെ കണ്ണീരും ഉപ്പും അതിലുണ്ട്. എന്നെ ദൈവബന്ധത്തിൽ അടയാളപ്പെടുത്തുക, അതാണ് ആത്മപരിശോധന. അതിന് ഞാൻ എന്നെ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇടം തെറ്റിച്ചു വെച്ച ഒരു വസ്തു കണ്ടെടുക്കുന്നതിന് മുറിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ മനസ്സ് ശാന്തമാക്കുന്നത് പോലെയുള്ള പ്രക്രിയയാണ് ശ്രദ്ധ. മുല്ല നസ്രുദ്ദീനെ കുറിച്ച് ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു പൊൻ സൂചി ഉണ്ടായിരുന്നു. തട്ടിൻപുറത്തെ പെട്ടിയിലാണ് അത് സൂക്ഷിക്കുന്നത്. ഒരു ദിവസം തട്ടിൻപുറത്ത് പെട്ടി തുറന്ന് പരിശോധിക്കുമ്പോൾ സൂചി നഷ്ടപ്പെട്ടു. വെളിച്ചമില്ലല്ലോ കണ്ടെടുക്കാൻ. അതുകൊണ്ട് വഴിയോരത്തെ വിളക്കുമരച്ചോട്ടിൽ അദ്ദേഹം അത് പോയി അന്വേഷിക്കുകയാണ്. സുഹൃത്തുക്കളും വന്നു. അവസാനം സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു, എവിടെയാണ് സൂചി കളഞ്ഞു പോയത്? ഇവിടെയാണോ? മുല്ല പറഞ്ഞു, ഇവിടെയല്ല, തട്ടിൻപുറത്താണ്. പക്ഷെ അവിടെ വെളിച്ചമില്ലാത്തതുകൊണ്ട് ഇവിടെ വെളിച്ചമുള്ള സ്ഥലത്ത് ഞാൻ വന്ന് തിരയുന്നു. നമ്മുടെ ഉള്ളിൽ നഷ്ടപ്പെട്ടത് നമുക്ക് പുറത്ത് തിരയുന്നത് കൊണ്ട് അർത്ഥമില്ല. നമ്മൾ നമ്മോടൊപ്പമായിരിക്കാൻ സമയം കണ്ടെത്തണം. ദൈവത്തോടൊപ്പമായിരിക്കുമ്പോഴേ നമുക്ക് നമ്മെ കണ്ടെത്താൻ കഴിയൂ. T.S. എലിയറ്റ് ഇങ്ങനെ ഒരിക്കൽ എഴുതി, നമ്മെ തന്നെ ശ്രദ്ധിക്കാൻ പഠിക്കുക, അത് സമാധാനത്തിലേക്ക് നയിക്കും. ജീവിതായോധനത്തിനിടയ്ക്ക് ഉപരിതല സ്പർശിയായ കാര്യങ്ങൾ മാത്രമേ നാം ശ്രദ്ധിക്കാറുള്ളൂ. പക്ഷെ കൂടുതൽ ആഴങ്ങളിലേക്ക്, അർത്ഥങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കണം. ക്രിസ്തു വിചാരപ്പെടരുത് എന്ന് പറഞ്ഞ് വലിയ വിചാരങ്ങൾ ഉള്ളവരായിരിക്കാൻ വേണ്ടിയാണ്. അർത്ഥവത്തായ ജീവിതക്രമവും ജീവിത താളവും ദിശാബോധവും നോമ്പ് നമുക്ക് നൽകുന്നുണ്ട്. പ്രാർത്ഥനയും ഉപവാസവും വേദവായനയും ഒക്കെ ഇതിലുണ്ട്. ഈ ജീവിതക്രമത്തിലേക്കുള്ള വിളികളാണ് ഈ നാളുകളിൽ നമ്മൾ ധ്യാനിക്കുന്ന ദൈവവചനം. വ്യക്തികളും കുടുംബങ്ങളും കൂട്ടായ്മകളും നോമ്പിൻ്റെ ചിട്ടയിലൂടെ ഹൃദയപൂർവ്വം കടന്നു പോകുമ്പോഴാണ് നമ്മിലും നമുക്കിടയിലും സൗഖ്യത്തിൻ്റെ സുഗന്ധം പരക്കുന്നത്. നോമ്പുകൊണ്ട് സൗഖ്യത്തിലേക്കും വിടുതലിലേക്കും പ്രവേശിച്ച നിനവേക്കാരുടെ യാചന വളരെ ശ്രദ്ധേയമാണ്. അതുപോലെ നമ്മുടെ പ്രാർത്ഥനയും കൈക്കൊള്ളണമെന്ന് യാചിച്ചുകൊണ്ടാണ് നോമ്പിൻ്റെ നാളുകളിൽ ദൈവസന്നിധിയിൽ നമ്മളുമായിരിക്കുന്നത്. അപ്പോൾ നോമ്പ് ദൈവത്തിലേക്കുള്ള നമ്മുടെ സഞ്ചാരമാണ്. നിത്യജീവൻ്റെ സമയക്രമത്തിൽ അത് നമ്മെ പ്രതിഷ്ഠിക്കും. ടാഗോർ ഒരിക്കൽ പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ നിമിഷം നിത്യതയായി മാറുന്നു. ഈ നോമ്പ് കാലം ദൈവത്തിലുള്ള നമ്മുടെ സഞ്ചാരമായി തീരട്ടെ. ഓരോ നിമിഷവും നിത്യതയുടെ ആഘോഷമായി തീരട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഈ നോമ്പിലൂടെ അങ്ങയിലേക്ക് സഞ്ചരിപ്പാനുള്ള കൃപ നൽകണമേ. ഞങ്ങളെ തന്നെ ആത്മപരിശോധന നടത്താൻ, ഉള്ളിലെ കുറവുകൾ കണ്ടെത്താൻ, തിരുത്താൻ
മറ്റുള്ളവരുടെ മുൻപാകെ നീതിയോടുകൂടി ജീവിപ്പാൻ, ദൈവത്തിൻ്റെ മുൻപാകെ വളരെ പച്ചയായി നിലനിൽപ്പാൻ, നിലപാടുകളിൽ ഉറച്ചു നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഞങ്ങളുടെ സകല ആവശ്യങ്ങളെയും ദൈവം മുൻപാകെ സമർപ്പിക്കുന്നു. വഴി നടത്തണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും ആയുരാരോഗ്യത്തിൻ്റെയും നാളുകൾ അവിടുന്ന് കൽപ്പിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.